ഹലോ ഗീസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള നിങ്ങൾ പല പ്ലേസീസ് നമ്മളോട് കുറേ നാളായിട്ട് കമന്റ് ചെയ്ത് ചോദിക്കുന്ന നമ്മളെ CS റാങ്കിലേക്ക് പറ്റുള്ള നല്ലൊരു ക്യാരക്ടർ സ്കിൽ കോംബോ ആയിട്ടാണ് ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ കോംബോന്റെ ഫുൾ ഡീറ്റെയിൽ അപ്പൊ ടെസ്റ്റ് സൈതീസ് ഞാൻ ഈ വീഡിയോയുടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ക്യാരക്ടർ കോംബോസ് വർക്ക് ആകാൻ പോകുന്നത് എല്ലാ ഗീസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പൊ നമ്മളിതിൽ ഫസ്റ്റ് തന്നെ ആക്റ്റീവ് സ്കിൽ ക്യാരക്ടർ ആയിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന നമ്മളെ ഫാസ്റ്റസ്റ്റ് ക്യാരക്ടർ ആയിട്ടുള്ള നമ്മളെ ടാക്സിയ ക്യാരക്ടർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ നമ്മൾ ആക്റ്റീവ് സ്കിൽ ക്യാരക്ടർ ആയിട്ടുള്ള നമ്മളെ ടാക്സിയ ക്യാരക്ടർ ആണ്. അപ്പൊ ടാക്സിയ ക്യാരക്ടർ സ്കില്ല് അറിയാൻ ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു സ്കില്ലാണ്. അപ്പൊ നമുക്ക് എനിമിക്ക് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന സർപ്രൈസ് ആയിട്ട് നമുക്ക് അറ്റാക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നല്ലൊരു ക്യാരക്ടർ ആണ്. അപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ 2 അപ്ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ ടാക്സിയ ക്യാരക്ടർ നല്ലൊക്കെ പവറീസ് നമ്മളെ ഗറീനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 ടൈം നമ്മൾ ടാക്സിയ ക്യാരക്ടേഴ്സ് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഇപ്പൊ നമുക്ക് റീസെന്റ് ടൈമിൽ നമ്മൾ സ്കൈലർ ക്യാരക്ടർ സ്കിൽ നമുക്ക് 2 ടൈം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ടാക്സിയ ക്യാരക്ടർ സ്കില്ല് നമുക്ക് 2 ടൈം ഒരേ ടൈം യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള സ്കില്ല് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പല ടൈമിൽ നമുക്കിത് ചില ടൈമിൽ നമുക്ക് എസ്കേപ്പ് ആവാനൊക്കെ സ്കില്ല് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില ടൈമിൽ പെട്ടെന്ന് നമ്മുടെ ടീമേറ്റിനെ അടിക്കുന്ന എനിമീസിനെ അറ്റാക്ക് ചെയ്യാനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളിയായൊരു പവർ ആട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഈ കോംബോയിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ കൈറോസ് ക്യാരക്ടറിന്റെ സ്കില്ലാണ്. അപ്പൊ കൈറോസ് ക്യാരക്ടർ നമുക്ക് 2 തരത്തിൽ മോഡ് ഉണ്ട്. ഒന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഫെൻസീവ് മോഡാണ്, 2 നമ്മുടെ ബ്രേക്കർ മോഡാണ്. ഫസ്റ്റ് നമുക്ക് ഡിഫെൻസീവ് മോഡ് കാരം കാണാൻ പറ്റും. അപ്പൊ ഡിഫെൻസീവ് മോഡ് പ്രകാരം നമുക്ക് EP ഇങ്ങനെ ഓക്കെ, അപ്പൊ ഓരോ സെക്കൻഡിൽ 2 EP ഇത് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് നമുക്ക് 200 EP വന്ന ടൈമിൽ നമ്മുടെ EPന്റെ കളർ നേരെ മാറും കേട്ടോ. അപ്പോൾ നമ്മുടെ ദേഹത്ത് വയലറ്റ് കളറല്ല എഫക്റ്റ് വരും. അതുപോലെ തന്നെ EP സെക്ഷനും വയലറ്റ് കളർ ആയിട്ട്. അപ്പൊ ഞാൻ വീഡിയോ ക്ലിപ്പിൽ ആഡ് ചെയ്തതുപോലെ തന്നെ വയലറ്റ് കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫെൻസീവ് മോഡ് മാറിയും കൊണ്ട് നേരെ ബ്രേക്കർ മോഡാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ ബ്രേക്കർ മോഡ് ആക്റ്റീവ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ എനിമീസ് നമ്മൾ ഷൂട്ട് ആണ്, എനിമീസിന്റെ വെസ്റ്റും ഹെൽമെറ്റും ഒക്കെ പെട്ടെന്ന് പൊട്ടി പോട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എനിമീസിന്റെ കില്ലൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ EP അപ്പൊ നീല കളറായാലും EP വയലറ്റ് കളറായാലും EP ഫുള്ള് കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതൽ നമ്മുടെ ഡിഫെൻസീവ് മോഡ് ആക്റ്റീവ് ആവും. പിന്നെ നമുക്കത് ബ്രേക്കർ മോഡായിട്ട് വരും. വീണ്ടും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഇത് വർക്കാൻ പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഈ കോംബോയിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷാനി ക്യാരക്ടറിന്റെ സ്കില്ലാണ്. അപ്പൊ ഷാനി ക്യാരക്ടറിന്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 40 ഷീൽഡ് പോയിന്റ് തരാൻ പോകുന്ന ഒരു സ്കില്ലാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഷീൽഡ് പോയിന്റ് തരാൻ പോകുന്നത് ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ആക്റ്റീവ് സ്കില്ല് ഓൺ ചെയ്യുന്ന ടൈമിലാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ടാക്സി ക്യാരക്ടറിന്റെ സ്കില്ല് ഓൺ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് 40 HP ഷീൽഡ് പോയിന്റ് കിട്ടിയത് നിങ്ങളോട് കാണുന്നുണ്ട്. അപ്പൊ ഷീൽഡ് പോയിന്റിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എനിമി ആരെയും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഷീൽഡ് പോയിന്റ് നഗരം മൈനസ് ആവാം. അപ്പൊ നമുക്ക് ഡാമേജ് കിട്ടണം. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിമി നമുക്ക് അത്യാവശ്യം നല്ല ഡാമേജ് എനിക്ക് തരുന്നുണ്ട്. അപ്പൊ എന്റെ ഷീൽഡ് പോയിന്റ് ഇപ്പൊ 0 ആയിട്ടുണ്ട്. അപ്പൊ HP ഒന്നും കുറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ അത് വർക്ക് ആവാം. അപ്പൊ ഷീൽഡ് പോയിന്റ് ഉണ്ടാകാൻ തന്നെ നമുക്ക് HP കാര്യമായ ഡാമേജ് കിട്ടില്ല. അതുപോലെ തന്നെ ഈ ഷീൽഡ് പോയിന്റ് ടെമ്പററി ആട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം മാത്രമേ വർക്ക് ആവും. അപ്പോൾ നമ്മൾ ആക്റ്റീവ് സ്കിൽ ക്യാരക്ടർ യൂസ് ചെയ്യുന്ന ടൈമിൽ ആ ഷീൽഡ് പോയിന്റ് വീണ്ടും 40 HP കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ഷാനി ക്യാരക്ടറിന്റെ സ്കൂളിന്റെ ടൈം നോക്കുകയാണ് ഓൺലി 10 സെക്കൻഡ് ആണ്. അപ്പോൾ അതിനെ പെട്ടെന്ന് നമുക്ക് സ്കില്ല് വർക്ക് ആവുന്നത് ആർക്കട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് ക്യാരക്ടർ നമ്മളെ ജോസഫ് ക്യാരക്ടറിന്റെ സ്കില്ലാണ്. അപ്പോൾ നമ്മൾ ജോസഫ് ക്യാരക്ടറിന്റെ സ്കില്ല് നോക്കുകയാണെങ്കിൽ അടിപൊളിയായ സ്കില്ലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ജോസഫ് ക്യാരക്ടറിന്റെ സ്കില്ല് യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് 10% മൂവ്മെന്റ് സ്പീഡ് ഇൻക്രീസ് ആവും. അപ്പൊ നല്ല ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മൂവ്മെന്റ് സ്പീഡ് കിട്ടും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ജോസഫ് ക്യാരക്ടറിന്റെ സ്കില്ല് വർക്ക് ആകാൻ പോകുന്നത് ഒരു പ്രൊട്ടക്ഷൻ ക്യാരക്ടർ ആയിട്ടാണ്. അപ്പൊ ഈ ക്യാരക്ടർ സ്കിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് അപ്പൊ കുറെ അധികം നമ്മളെ എനിമീസ് യൂസ് ചെയ്യുന്ന ആക്റ്റീവ് സ്കിൽ ക്യാരക്ടറിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നല്ല രീതിക്ക് നമ്മളെ സേവ് ചെയ്യും കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് സേവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൈഡൻ ക്യാരക്ടർ. അപ്പൊ സ്പൈഡർ ആയിട്ടുള്ള സംഭവം വരുമല്ലോ. അപ്പൊ അതൊന്നും നമ്മളെ ഈ ക്യാരക്ടറിന്റെ മുന്നിൽ വർക്ക് ആവാൻ പോകുന്നില്ല. അപ്പൊ അതുപോലെ നമ്മളെ A124 ക്യാരക്ടർ, അതുപോലെ തന്നെ നമ്മളെ റാഫിയൽ ക്യാരക്ടർ, അതുപോലെ നമ്മളെ ഹോമർ ക്യാരക്ടർ. അപ്പൊ അതിന്റെ ഒന്നും സ്കില്ല് നമ്മുടെ ജോസഫ് ക്യാരക്ടറിന്റെ മുന്നിൽ വർക്ക് ആവാൻ പോകുന്നില്ല. അപ്പൊ നല്ല വേറെ ലെവലായ സ്കില്ലാണ്. അപ്പൊ ഞാനിവിടെ ജോസഫ് ക്യാരക്ടറിന്റെ സ്കില്ല് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ചെറിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ഉള്ള കാരണം നോക്കുകയാണെങ്കിൽ കൂളുടെ ടൈം ഉണ്ട്. ഇപ്പൊ ഒരു 45 സെക്കൻഡ് കൂളുടെ ടൈം ഉണ്ട്. അപ്പൊ ബ്രോ കൂളുടെ ടൈം കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, ഇത്ര നല്ല പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ക്യാരക്ടർ അല്ലേ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവർക്കാണ് എന്തായാലും നമ്മുടെ ജോസഫ് ക്യാരക്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ജോസഫ് ക്യാരക്ടറിന് പകരമായിട്ട് അപ്പൊ കുറെ ആൾക്കാർ ജോസഫ് ക്യാരക്ടറിന്റെ കൂളുടെ ടൈം ഒക്കെ ഉണ്ടാവുന്നത്
ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ജോസഫ് ക്യാരക്ടറിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്യാരക്ടർ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കെല്ലി ക്യാരക്ടറാണ്. അപ്പോൾ കെല്ലി ക്യാരക്ടർ യൂസ് ചെയ്യണമെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് മൂവ്മെന്റ് സ്പീഡ് കിട്ടും. അതിന് കൂൾഡോ ടൈമേ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മൾ CS റാങ്കിലേക്ക് നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്യാരക്ടർ കോംബോ. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് കൂടാതെ കുറേ അധികം കോംബോ ഉള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബും കാരണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തുടർന്ന് കണ്ടിന്യൂ ആയിട്ട് നല്ല വീഡിയോസ് കാരണം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് ഒരു മോട്ടിവേഷൻ ആയിട്ട് മാറും. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു കിഡിലെ നാളൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.